ഇല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ജനങ്ങൾ മുസ്ലിം ലീഗിനെയും തങ്ങളെയും ഒക്കെ വിശ്വസിച്ച് ഉദാരമായി സംഭാവന ചെയ്യുകയും ചെയ്തു. സർക്കാരിനെ പോലും വിശ്വസിക്കാതെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് ആണ് പലരും സംഭാവന തന്നത്. വലിയ തുക ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു. അതിൽ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞ മുഴുവൻ ചെലവുകളും ഞങ്ങൾ വഹിച്ചു ചെയ്തു. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ചികിത്സ നൽകാനും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകാനും ക്യാഷ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾ എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തു. ഞങ്ങളുടെ പദ്ധതിയിലെ അവസാനത്തെ പരിപാടിയാണ് അവർക്ക് 100 വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത്. ആ പദ്ധതിയിലേക്കാണ് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കാത്തുനിന്നത്. 6 മാസം കഴിഞ്ഞിട്ടും അത് സംബന്ധിച്ച് വ്യക്തമായൊരു തീരുമാനമോ നിലപാടുകളോ ഇല്ലാതിരിക്കുകയും അംഗീകരിക്കാൻ പറ്റാത്ത കണ്ടീഷനുകളുമായൊക്കെ ഗവൺമെൻറ് വരികയും ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ പരിപാടിയുമായി ജനങ്ങളോട് ചെയ്ത വാഗ്ദാനം പാലിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പരിപാടിയുമായി മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സ്ഥലം വാങ്ങി, പിന്നെ സ്ഥലത്തിന് എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി, ഒരു ഭൂമിയുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു. മറ്റു ഭൂമികളിലെ ഈ പ്ലാന് പൂർത്തിയായി വരുന്ന സ്ഥിതിക്ക് അതും കൊടുക്കും. 5 ആളുകളെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത്. 5 ഭൂമിയാണ് വാങ്ങിയത്. മൊത്തം 11.22 ഏക്കർ. ഈ ഭൂമിയൊക്കെ ഞങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. ഇത് തോട്ടഭൂമിയാണ് എന്ന് ഇപ്പോൾ പറയുന്ന ആളുകൾ അതൊന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച തീരുമാനം വന്നിട്ട് അത് എടുത്തിട്ടാൽ പോരെ എന്നേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. ഏത് ഭൂമിയെക്കുറിച്ചും ആര് പരാതി കൊടുത്താലും അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും. ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ്. ഞങ്ങൾക്കും വില്ലേജ് ഓഫീസർ നോട്ടീസ് അയച്ചു, ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട്. ആ നോട്ടീസിന് ഞങ്ങളെ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തോട്ടഭൂമിയിലാണ് വാങ്ങിയതെന്ന് ആ നോട്ടീസിലില്ല. നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന് ആ നോട്ടീസിലില്ല. ഞങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള റെക്കോർഡ് ഹാജരാക്കണം. അത് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതി പരാജയപ്പെടണം. മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ഒരവസരം ഉണ്ടാകണം. അതിനുവേണ്ടി ചില ആളുകൾ കുത്തിപ്പൊക്കിയതാണ്. അതോടൊപ്പം ചില മാധ്യമങ്ങൾ അവരെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വയനാട്ടിൽ ഇതിനു മുമ്പും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിലെ പൂത്തുമലയിലുണ്ടായല്ലോ. ആ ദുരന്തത്തിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഭൂമി ഏതായിരുന്നു എന്ന് പരിശോധിക്കണ്ടേ? അപ്പോൾ ഒരു ദുരന്തത്തിൽ ആളുകളെ സഹായിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുപോലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ആ പദ്ധതി മുടക്കുക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട 105 കുടുംബങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പാടിലാക്കുക എന്നതാണ് അതിനർത്ഥം. ആ പാവങ്ങൾ എത്ര മാസമായി വാടക വീടുകളിലാണ്, എത്ര മാസമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്നു. അവർക്ക് ഒരു തലചായ്ക്കേണ്ട ഒരു കൂര, ഒരിടം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന് തടസ്സമുണ്ടാക്കുന്നതിന് ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനത്തിന് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ കൂട്ടുനിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. 100% എന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യൂ. ഞാൻ പറഞ്ഞത് 5 പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. അത് ഒരാളിൽ നിന്നല്ല. ഒരാളിൽ നിന്ന് 3 ഏക്കർ വാങ്ങിയിട്ടുണ്ട്, ഒരു സ്ത്രീയിൽ നിന്ന് 4 ഏക്കർ വാങ്ങിയിട്ടുണ്ട്, മറ്റൊരു സ്ത്രീയിൽ നിന്ന് 1.5 ഏക്കർ വാങ്ങിയിട്ടുണ്ട്, വേറൊരു സ്ത്രീയിൽ നിന്ന് 1 ഏക്കർ വാങ്ങിയിട്ടുണ്ട്, ഒരു സുനിലിൻ്റെ കയ്യിൽ നിന്ന് 1 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. 5 പേരിൽ നിന്ന് കൂടിയാണ് ഈ 11.22 ഏക്കർ ഭൂമി. ഇത് 100% ബിൽഡിംഗ് നിർമ്മാണ യോഗ്യമാണ്. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇപ്പോൾ നോട്ടീസ് അയച്ച പോലെ നോട്ടീസ് അയക്കാം, കൊറിയിടാം, ഇനി നീട്ടിക്കൊണ്ടുപോകാം, ഒക്കെ ചെയ്യാം, ബുദ്ധിമുട്ടിക്കാം. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാം. ഒരു പ്രശ്നമില്ലാത്ത ഭൂമിക്ക് പോലും റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് അത് ചെയ്യാം.
ഗവൺമെൻറ് അവരുടെ പദ്ധതി ആകെ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് എന്താ? ഒരു വീടാണ്. ഒരു വീടാണ് കേരള ഗവൺമെൻറ് വയനാട്ടിൽ ഇപ്പോൾ നിർമ്മാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മോഡൽ ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഞങ്ങളുടെ പദ്ധതി 105 വീടുകൾ അതിനു മുമ്പ് പൂർത്തിയായി നിർമ്മാണം കഴിഞ്ഞാൽ സർക്കാരിന് അത് ഒരു ക്ഷീണമാകും. അതുകൊണ്ട് രാഷ്ട്രീയമായ പകപോക്കലിന് വേണ്ടി സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളൊരു പരിധിവരെയൊക്കെ കാക്കും. അത് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഇവിടെ നീതി നിർവഹണ മേഖലകളുണ്ട്, അതിനെ സമീപിക്കും. ഞങ്ങൾക്ക് ഒരു പേടിയില്ല, തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഭൂമിയുടെ വില അതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ന്യായവിലയിൽ നിന്ന് വർദ്ധിച്ച് വാങ്ങിക്കും. ലോകം പോട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും ന്യായവിലക്ക് ആരെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടോ? ആരെങ്കിലും? നിങ്ങൾക്ക് കിട്ടുമോ? ഗവൺമെൻറ് അക്വയർ ചെയ്യുന്നത് എത്രയാണ്? ഗവൺമെൻറ് ഭൂമി അക്വയർ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് 2 ഇരട്ടിയിലധികമാണ്. നാഷണൽ ഹൈവേക്ക് കൊടുത്തത് 15 ഇരട്ടിയാണ്. ഭൂമി അക്വയർ ചെയ്യുമ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത് പോലും 2-3 ഇരട്ടി വില കൊടുത്തിട്ടാണ് ഭൂമി അക്വയർ ചെയ്യുന്നത്. ന്യായവിലക്ക് ഒരാളും ഭൂമി കിട്ടൂല, ഒരാൾക്കും കിട്ടൂല, എവിടെയും കിട്ടൂല. ഈ പ്രദേശത്ത് അതിൻ്റെ അവിടുന്ന് 2 കിലോമീറ്റർ ദൂരം സെയിം റോഡിൽ, ഇത് മുട്ടിൽ മേപ്പാടി മെയിൻ റോഡിലാണ് ഈ സ്ഥലമുള്ളത്. അതിൻ്റെ ഓരത്താണ്. ഈ പറമ്പിലേക്കാണ് റോഡിൽ നിന്ന് കടക്കുന്നത്. കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള പ്ലോട്ടാണ്. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല, വീടുണ്ടാക്കി കൊടുക്കുക. ഇവിടെ അതിൻ്റെ തൊട്ടടുത്തൊക്കെ ഇപ്പോൾ നിങ്ങൾ പോയി വില അന്വേഷിക്കുക. സത്യസന്ധമായി അന്വേഷിക്കണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നത്. ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കട്ടെ. പക്ഷെ പലതും പുറത്തു വരും, പഴയത്. അതുകൂടി അവർ ആലോചിക്കണം. ഈ ആരോപണം ഉന്നയിക്കുന്ന പലരും കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ ഭൂമി വാങ്ങുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സത്യസന്ധമായാണ് നിങ്ങൾക്ക് ഇതെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക. അതിൻ്റെ തൊട്ടടുത്ത ഭൂമി 2 ലക്ഷം രൂപയിൽ കുറഞ്ഞ അവിടെ ഒരു സെൻറ്റ് ഭൂമി കിട്ടില്ല. ഞങ്ങൾ വാങ്ങിയത് തന്നെ അദ്ദേഹം 2 ലക്ഷം പറഞ്ഞിട്ടോ ഇത് ഇത്തരം ഒരു നല്ല ഉദ്ദേശത്തിനാണ് എന്നുള്ളത് കൊണ്ടാണ് വില കുറച്ച് തന്നത്. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഡോഗ്സ് മേ ബാർക്ക്, ദ കാരവൻ വിൽ പ്രൊസീഡ്. അത്ര ഞങ്ങൾക്ക് പറയാം. ഒരാളുമില്ല. സർക്കാരിൻ്റെ ഗുണവും സർക്കാർ ഇപ്പോൾ അവിടെ കുഴപ്പം ബഹളമൊക്കെ ഉണ്ടായപ്പോൾ സർക്കാർ അതിൽ കൂട്ടിയല്ലോ. ആ കൂട്ടിയോടുകൂടി ഞങ്ങൾ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളും സർക്കാർ ലിസ്റ്റിൽപ്പെട്ടവരാണ്. 100% സത്യസന്ധമായും നിയമവിധേയമായുമാണ് മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ലീഗിന് ഇതുകൊണ്ട് രാഷ്ട്രീയ ലാഭമുണ്ടാകും എന്ന് ഭയപ്പെട്ട് ഇത് തകർക്കാൻ ദുരാരോപണങ്ങളും സർക്കാരിൻ്റെ അധികാരങ്ങളും ഉപയോഗിച്ച് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. അവരെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്.